നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സഞ്ജു സാംസണിൻ്റെ CSKയിലെ ആദ്യ 2 മത്സരങ്ങളും മികച്ചതായിരുന്നില്ല. ഗോഹട്ടിയിൽ അദ്ദേഹം ഫെയിലിയറായപ്പോൾ ചെപ്പോക്കിലെ അരങ്ങേറ്റം മികച്ചതാവുമെന്ന പ്രതീക്ഷയിലെത്തിയ ആരാധകർക്ക് ഒരാവേശം പകർന്നുകൊണ്ട് കിടിലൻ ബൗണ്ടറി നേടി. അപ്പോഴൊരു ആവേശം കാണണമായിരുന്നു ചെപ്പോക്കിലെ ഫാൻസിൻ്റെ ആ ഒരു സന്തോഷം. പക്ഷെ തൊട്ടു പിന്നാലെ അദ്ദേഹം ഔട്ട്സൈഡ് എഡ്ജ് കുടുങ്ങി വിക്കറ്റ് കീപ്പറുടെ കൈകളിലെത്തി 7 റൺസുമായിട്ട് മടങ്ങി. സ്വാഭാവികമായിട്ടും ആരാധകർക്ക് നിരാശയുണ്ട്. ചിലരെ ഇപ്പോൾ തന്നെ സഞ്ജുവിനെ വിമർശിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇൻകൺസിസ്റ്റൻസി മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. എന്നാൽ ഇന്നലെ എന്താണ് സ്റ്റീഫൻ ഫ്ലെമിംഗ്, അവരുടെ CSKയുടെ കോച്ചായ മുൻ ന്യൂസിലാൻഡ് സൂപ്പർ താരം സ്റ്റീഫൻ ഫ്ലെമിംഗ് പ്രതികരിച്ചത് സഞ്ജുവിൻ്റെ കാര്യത്തിൽ? അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് വീണ്. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഏതൊരു താരമാണെങ്കിലും എല്ലാ കളികളിലും സ്കോർ ചെയ്യാനൊന്നും പോകുന്നില്ല. ഹി ഈസ് നോട്ട് ഗോയിങ് ടു സ്കോർ എവറി ടൈം. ഇത് T20 ക്രിക്കറ്റാണ്. ബട്ട് സഞ്ജു ഗുഡ് ഫോമിലാണ്. ട്രെയിനിങ്ങിലൊക്കെ വളരെ മികച്ച രൂപത്തിൽ അവൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വെൻ ഹീ ഗെറ്റ്സ് ഗോയിങ് ഹീ ഈസ് ഓഫൻ എ മാച്ച് വിന്നർ. സഞ്ജു ആ ഒരു ടച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അവനെപ്പോഴും മാച്ച് വിന്നറാണ്. സോ 2 ഇന്നിങ്സുകൾ കൊണ്ട് നമ്മൾ ഇതിനെ ഒരു ഏരിയ ഓഫ് കൺസേൺ എന്ന രൂപത്തിൽ കാണേണ്ടതില്ല എന്ന് തന്നെ കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറയുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ഫാൻസിനും, അതായത് സഞ്ജു ഫാൻസിനും പറയാനുള്ളത്. 2 കളികൾ കൊണ്ടൊന്നും ആരും സഞ്ജു സാംസണെ വിലയിരുത്തേണ്ടതില്ല. ഇനിയും കളികൾ വരാനുണ്ട്. അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിൽ നിന്നൊരു മികച്ച പ്രകടനം എന്തായാലും CSKയുടെ ആരാധകരെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നൽകാൻ സഞ്ജുവിന് കഴിയും എന്ന് തന്നെ വേണം കരുതാൻ. അതോടൊപ്പം തന്നെ സ്റ്റീഫൻ ഫ്ലെമിംഗ് ഈ T20 ക്രിക്കറ്റിനുണ്ടാകുന്നൊരു മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ബാറ്റിങ്ങിനെ കുറിച്ച്. നേരത്തെ ഒരു 10-16 ഓവറൊക്കെ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് അവസാനം ഫിനിഷേഴ്സ് വന്നിട്ട് ആഞ്ഞടിക്കുക, ആ പരിപാടി മാറി. T20 ബാറ്റിങ്ങിലെ മാറ്റം എന്ന് പറഞ്ഞാൽ 1ാമത്തെ ബോൾ മുതൽ ആക്രമിക്കുക. ചിലപ്പോൾ ഫിനിഷിങ് അത്ര മികച്ചതൊന്നും ആവില്ല. അവസാനത്തെ 4 ഓവറിൽ അതിന് മുമ്പുള്ള ഓവറുകളേക്കാൾ റൺ വന്നുകൊള്ളണമെന്നുമില്ല. പക്ഷെ തുടക്കം മുതൽ അടിക്കുന്നത് കൊണ്ട് വലിയ സ്കോറിലേക്ക് പോകുന്നു. അതാണ് ഇപ്പോഴത്തെ T20 ക്രിക്കറ്റ് എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒന്ന് നമുക്കെടുത്ത് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു, ഇറ്റ്സ് റൈറ്റ് ഫ്രം ബോൾ 1 എവരി വൺ ഈസ് ഗോയിങ് അറ്റ് എ റേറ്റ് ഓഫ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ 16ാമത്തെ ഓവർ വരെ ബിൽഡ് ചെയ്ത് പോവുക, പിന്നെ ഹാർഡറായിട്ട് കളിക്കുക. അങ്ങനെയല്ല ഇപ്പോൾ. എവരി വൺ ഈസ് ഗോയിങ് ഹാർഡ് ഫ്രം ബോൾ 1. ആദ്യ പന്ത് മുതൽ തന്നെ അടിക്കുന്നു. അതുകൊണ്ട് തന്നെ റൺ റേറ്റ്സ് 10, 11, 12 ഒക്കെ ആയിട്ട് എല്ലാ സമയത്തും നിൽക്കുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ആൻഡ് യു ആർ നോട്ട് റിയലി ഗെറ്റിംഗ് ദി ബിഗ് പീക്സ് ടുവേർഡ്സ് ദി എൻഡ്. ഇറ്റ്സ് ജസ്റ്റ് മോർ അഗ്രസീവ് അപ്രോച്ച് ടു ഗെറ്റ് 240 എന്നുകൂടി അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അവസാനം ഒന്നും ആ ഒരു വലിയ പീക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ത്രൂ ഔട്ട് ദി ഇന്നിങ്സ് അങ്ങനെ പോവുകയാണ്. 240 ഒക്കെ ഇപ്പോൾ ഒരു അച്ചീവബിൾ സ്കോറായിട്ട് നോർമലി മാറിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും സഞ്ജു സാംസണിൻ്റെ കാര്യത്തിൽ വരുന്ന മത്സരത്തിൽ തന്നെ അദ്ദേഹം മികച്ചൊരു സ്കോർ നേടട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.